Assalamu alaikum. Hello friends, welcome to our channel Jasma Gourmet. ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ന്യൂ ഇയറിൻ്റെ വ്ളോഗായിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് എൻജോയ് ചെയ്തതെന്നുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നത്. നല്ല രസകരമായിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഡൗൺ ടൗൺ ഏരിയ ബുർജ് ഖലീഫിൻ്റെ ഏരിയയിൽ പോയിട്ടാണ് ഫയർ വർക്ക്സ് കണ്ടത്. അപ്പോൾ നമ്മൾ എംആറിൻ്റെ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ആറാക്കാൻ വേണ്ടിയിട്ട് മുമ്പേ പാസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഡൗൺ ടൗൺ ഏരിയയിൽ നിന്ന് നല്ല വ്യൂ ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഇത്ര കറക്റ്റ് വ്യൂവിൽ കണ്ടത്. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫിൻ്റെ ആ താഴത്തെ ഡൗൺ ടൗൺ ഏരിയയിൽ നിന്നാണ് നമ്മൾ ഫയർ വർക്ക്സ് കണ്ടത്. ഫയർ വർക്ക്സിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. പോകുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കുറേ ട്രാഫിക്കിലെല്ലാം നിന്ന് നീന്തിയിട്ട് എങ്ങനെയല്ലോ എത്തിയതാണ് ആ ടൈമിലേക്ക്. അപ്പോൾ പാസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. സോ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് പിന്നെ ഫയർ വർക്ക്സ് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പിന്നെ തിരിച്ചു പോകേണ്ട തിരക്കായി. അപ്പം തിരിച്ചു പോകുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇത് ഡൗൺ ടൗൺ ദുബായ് മോൾ ബുർജ് ഖലീഫിൻ്റെ ഏരിയ ആണിത്. അപ്പോൾ ഇത് ഫെസ്റ്റീവ് സീസൺ ലുക്കാണ്. നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ ഫുള്ള് ഡെക്കറേഷൻസും ലുക്കാണിത് നമ്മൾ ഈ ഏരിയൻ്റെ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുമ്പം ഏകദേശം ഒരു 3-3:30 മണിയായി. അപ്പോൾ നല്ല ഡെക്കറേഷൻസും ഫുള്ള് ലൈറ്റിങ്ങും അവിടെ എപ്പോഴും നല്ലൊരു എനർജറ്റിക്കും പോസിറ്റീവ് വൈബ്സാണ്. അപ്പോൾ നല്ല നല്ല എല്ലാ റെസ്റ്റോറൻറ്റ്സും എല്ലാം ഫുള്ളായിരുന്നു അന്ന് രാത്രി. ഇത് നമ്മളൊരു ചെറിയ കേക്ക് വാങ്ങിച്ച് നമ്മൾ അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല, നമ്മളെപ്പോഴും ഉള്ള ആൾക്കാരും പിന്നെ എൻ്റെ കാർണൂറും ഒരു കുഞ്ഞലിയും ഒരു പിയാപ്പിളിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ്. നല്ല അൽസ, നാടൻ അൽസ, നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ, പിന്നെ അടിപൊളി നല്ല ദം മട്ടൻ ബിരിയാണി, നല്ല ദമ്മെല്ലാം പൊട്ടിച്ചിതാ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നതാണ്. ഒരു അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു അത്. നല്ല സ്മെല്ലും ആ മട്ടൻ്റെ ഫ്ലേവറെല്ലാം വന്നിട്ട് നല്ല സൂപ്പറായിരുന്നു. ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും കൂടി ആദ്യമായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടാണുള്ളത്. സോ എല്ലാവരും കൂടി ജസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് പിന്നെ നമ്മളൊരു സന്തോഷം, വേറെ അങ്ങനെ ആഘോഷമായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ആൾക്കാർ മാത്രമായിട്ടൊന്ന് ഒരു മധുരം പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. സോ എല്ലാവരും കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾ ലഞ്ച് ടേബിളിലേക്ക് സെറ്റ് ചെയ്യാൻ പോകാം. ഇതാ ലഞ്ചെല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് നല്ല അൽസ, നല്ല മട്ടൻ്റെ മസാല, പിന്നെ ബിരിയാണി, പിന്നെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ. എല്ലാവരും ഇതെല്ലാം കഴിച്ച് നല്ല ദമ്മായി ഫുള്ള് ഉറക്കിൻ്റെ മൂഡിലായിരുന്നു. സോ നമ്മളിപ്പോൾ ദിബയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ ദിബയിൽ പോകുന്ന വഴിയാണിതെല്ലാം.
ബിരിയാണി അൽസയെല്ലാം തിന്നിട്ട് ഭയങ്കര മസ്തായിരുന്നു എല്ലാവരും നല്ല ഉറക്കിൻ്റെ ഒരു മൂഡിലായിരുന്നു. പിന്നെ നമ്മൾ ആ സൺസെറ്റിൻ്റെ മുമ്പേ ദിബയിലെത്തണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അസർ നിസ്കരിച്ച് അപ്പം തന്നെ ഇറങ്ങി. അപ്പോൾ ഇത് ദിബയിലത്തെ ഒരു ബീച്ച് പാർക്കാണ്, നല്ല ബീച്ച് വ്യൂ ഉള്ള ഒരു പാർക്ക്. അങ്ങനെ കൂടുതൽ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളും പിന്നെ കുറച്ച് ആൾക്കാരും കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചായ എല്ലാം കുടിച്ചത്. ചായൻ്റെ കൂടെ നല്ല ബന്ന് നിറച്ചതും ചായയായിരുന്നു നമ്മൾ കഴിച്ചത്. നല്ല ചിക്കൻ്റെ ബന്ന് നിറച്ച, നാടൻ റൊട്ടി നിറച്ചെന്നറിയും. അപ്പോൾ എല്ലാവരും മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ചൂടോടെ തന്നെ ലൈവായിട്ട് ബന്ന് നിറച്ചും ചായയെല്ലാം കുടിച്ച് പാർക്കിൻ്റെ ആ പ്ലേ ഏരിയ ചെറിയൊരു പാർക്കാണ്, അങ്ങനെ വലിയ പാർക്കല്ല, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്ന് കുറച്ച് ടൈമെല്ലാം സ്പെൻഡ് ചെയ്ത് കുറച്ച് സംസാരിച്ച് ബീച്ചിൻ്റെ വ്യൂ എല്ലാം എൻജോയ് ചെയ്ത് പിന്നെ നല്ല തണുപ്പ് വന്നപ്പം നമ്മളൊന്ന് നടക്കാനെല്ലാം ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ അതിൻ്റെ തൊട്ടിപ്പുറം ഒരു നല്ല നാടൻ റെസ്റ്റോറൻ്റാണ് ലമൂർ റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ അവിടെയാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സീറ്റിംഗ് ആണ്. അവിടെ നല്ല ടേബിളും ചെയർസെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഗ്രിൽ ഫിഷ്, ചിക്കൻ 65, നാടൻ ബീഫ് കറി, ബീഫ് പൊള്ളിച്ചത്. ഇവിടുത്തെ ബീഫ് പൊള്ളിച്ചത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് വരെ. ബീഫ് പൊള്ളിച്ചത് നല്ല ഇലയിലൊക്കെ ചുറ്റി നല്ല കൊപ്പരൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റാണ്. അടിച്ച പൊറോട്ട, വെള്ളാപ്പം പറഞ്ഞിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെയ്പ്പത്തിൽ പറഞ്ഞിരുന്നു. സോ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ കമൻസ് നിങ്ങൾ അറിയിക്കുക. പിന്നെ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.